ശ്രീഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത പുരാണം മാഹാത്മ്യം 3-ാമത്തെ അധ്യായത്തിൽ 38-ാമത്തെ ശ്ലോകം മുതലാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത്. 37-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്, യാതൊരുവൻ എല്ലാ ദിവസവും ശ്രീമദ് ഭാഗവത ശാസ്ത്രം അർത്ഥവിചാരം ചെയ്ത് വായിപ്പിക്കുന്നുവോ അവൻ്റെ കോടി ജന്മങ്ങളിലുള്ള സർവ്വപാപങ്ങളും നശിച്ചു പോകും എന്നതിൽ സംശയമില്ല. ഇനി 38-ാമത്തെ ശ്ലോകം. ശ്ലോകാർത്ഥം ശോകബാധം വാ പടേ ഭാഗവതം ശയ നിത്യം പുണ്യമവാപ്നോതി രാജസൂയാശ്വമേധയോഹോ. ശ്രീമദ് ഭാഗവതത്തിലെ ഒരു ശ്ലോകമോ പകുതി ശ്ലോകമോ അല്ലെങ്കിൽ ഒരു പാദമോ പ്രതിദിനം ഉച്ചരിച്ചാൽ അവൻ എല്ലാ ദിവസവും രാജസൂയാകുമോ അശ്വമേധമോ വിധിപ്രകാരം നടത്തിയാലുള്ള ഫലം ലഭിക്കുന്നതാണ്. ഉക്തം ഭാഗവതം നിത്യം കൃതം ജാഹരിചിന്തനം തുളസി പോഷണം ജൈവ ധേനൂനാം സേവനം സമം. ശ്രീമദ് ഭാഗവതം നിത്യവും വായിക്കുന്നതും ശ്രീഹരിയെ ചിന്തിക്കുന്നതും തുളസി നട്ട് പരിപാലിക്കുന്നതും പശുവിനെ വേണ്ടവിധം സംരക്ഷിക്കുന്നതും തമ്മിൽ ഭേദമില്ലാത്ത സേവനമാണ്. ഇവയ്ക്ക് തുല്യഫലമാണ് എന്ന് സാരം. അന്ധകാലേതു ഏനൈവ ശ്രൂയതേ ശുഖശാസ്ത്രവാഗ് പ്രീത്യാ തസ്യൈവ വൈകുണ്ഠം ഗോവിന്ദോപി പ്രയച്ഛതി. ജീവിതത്തിൻ്റെ അന്ത്യകാലത്ത് ഒരുവന് പുണ്യാത്മാവിനാൽ ശ്രീ മഹാഭാഗവതം ക്ഷമിക്കപ്പെടാൻ കഴിഞ്ഞാൽ അവന് ഭഗവാൻ ശ്രീ ഗോവിന്ദൻ പ്രേമത്തോടുകൂടി വൈകുണ്ഠലോകം നൽകുന്നു. ഹേമസിംഹയുധം ചെയ്ത വൈഷ്ണവായ ദദാദിജ കൃഷ്ണേന സഹസായൂജ്യം സവുമാം ലഭതേ ധ്രുവം. ഏതെങ്കിലും ഒരു ധനികനായ പുണ്യാത്മാവ് ഈ ഭാഗവത ഗ്രന്ഥത്തെ സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു സിംഹാസനത്തിൽ വെച്ചിട്ട് പരമഭക്തനായ ഒരു വൈഷ്ണവന് ദാനം നൽകിയാൽ മരണാനന്തരം അയാൾ ശ്രീകൃഷ്ണ സമീപമെത്തി സായൂജ്യമുക്തി പ്രാപിക്കുന്നു. ആജന്മമാത്രമഭിയേന ഷടേന കിഞ്ചിത് ചിത്തം വിദായ സുഖശാസ്ത്രകഥാനഭീത ചാണ്ടാലവച്ചകരവദ്ഭതേന നീതം മിഥ്യാസ്വജന്മ ജനനീ ജനി ദുഃഖഭാജ. ഇനി ഭാഗവതത്തിൽ മനസ്സിരുത്താത്തവരും ഭാഗവത ശ്രവണത്തിൽ താല്പര്യമില്ലാത്തവരുമായ ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ഷടനായ ഒരുവൻ ജനനം മുതൽ മരണം വരെ ജീവിതകാലത്ത് അല്പസമയമെങ്കിലും ഭാഗവത കഥാമൃതം ശ്രദ്ധയോടെ ആസ്വദിക്കാതെ ഇരുന്നുവെങ്കിൽ അവൻ്റെ ജന്മം ചണ്ടാള ജന്മത്തിനും കഴുതയുടെ ജന്മത്തിനും സമം. പുരുഷാർത്ഥങ്ങൾ സാധിക്കാതെ നിഷ്പ്രയോജനമായി തീരുന്നു. അവനെ ഗർഭം ധരിച്ച് 10 മാസം ക്ലേശങ്ങൾ സഹിച്ച് വേദനിച്ച് പ്രസവിച്ച് വളർത്തിയ മാതാവിൻ്റെ കർമ്മത്തെയും അവൻ നിഷ്ഫലമാക്കി തീർക്കുന്നു. ജീവച്ഛവോ നിഗതിത സദുഭാവകർമ്മ ഹേന ശ്രുതം സുഖകഥാവചനം ന കിഞ്ചിത് ദിക്തം നരം പശുസമം ഭുവി ഭാരരൂപം ഏവം വദന്തി ദിവിദേവ സമാജമുഖ്യാഃ. ഏതൊരുവനാൽ ഭാഗവത കഥ അല്പമെങ്കിലും ക്ഷമിക്കപ്പെടാതിരിക്കുന്നുവെങ്കിൽ പാപകർമ്മത്തിനായിട്ട് മാത്രം ജീവിക്കുന്ന അവൻ പശുവിന്, ഇവിടെ പശു പറയുമ്പോൾ മൃഗത്തിന് എന്നർത്ഥം, മൃഗത്തിന് തുല്യമാണ് എന്നും ജീവൻമൃതനാണെന്നും പറയപ്പെട്ടിരിക്കുന്നു. ഭൂമിക്ക് ഭാരമായിരിക്കുന്ന ആ മനുഷ്യരൂപി നിന്ദാർഹനാണ് എന്നിങ്ങനെ ദേവസംഘത്തിൽ മുഖ്യന്മാരായവർ പറയുന്നു. ഭാഗവത ശ്രവണത്തിൽ അല്പമെങ്കിലും മനസ്സിരുത്താത്തവൻ മനുഷ്യജന്മം പാഴിലാക്കുന്നവനും മൃഗത്തിന് തുല്യനും ഭൂമിക്ക് ഭാരവുമാണ് എന്ന് സാരം. ദുർലഭൈവ കഥാലോകേ ശ്രീമദ് ഭാഗവതോത്ഭവ കോടിജന്മസമുത്തേന പുണ്യേനൈവ ദുലഭ്യതേ. ലോകത്തിൽ ശ്രീമദ് ഭാഗവത കഥാശ്രവണത്തിനും പാരായണത്തിനുമുള്ള ശ്രദ്ധ വളരെ ദുർലഭമാണ്. കോടി ജന്മങ്ങളിൽ ചെയ്ത പുണ്യം കൊണ്ട് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. തേനയോഗനിധേ ധീമൻ ശ്രോതഭ്യാസ പ്രയത്നത ദിനാനാം നിയമോ നാസ്തി സർവദാ ശ്രവണം മതം. അതിനാൽ ഹേ യോഗനിധിയും ബുദ്ധിമാനുമായ നാരദമുനെ, ഭാഗവത കഥ എത്ര പ്രയത്നിച്ചിട്ടാണെങ്കിലും ജീവിതകാലം മുഴുവൻ കേൾക്കേണ്ടതാണ്. അതിന് ഇത്ര ദിവസം കേൾക്കണമെന്ന നിയമമില്ല, സദാ കേൾക്കണമെന്നാണ് സജ്ജനമതം. സത്യേന ബ്രഹ്മചര്യേണ സർവദാ ശ്രവണം മതം അശക്യത്വാ കലോ ബോധ്യോ വിശേഷോത്ര സുഖാജ്ഞയ. സത്യപാലനം, ബ്രഹ്മചര്യം എന്നീ വ്രതങ്ങളോടെ എപ്പോഴും ഭാഗവതം കേൾക്കണമെന്നാണ് സജ്ജനാഭിപ്രായം. കലിയുഗത്തിൽ ഇങ്ങനെ ഭാഗവതം എപ്പോഴും ശ്രവിക്കാൻ സാധിക്കാത്ത കാരണത്താൽ ഭാഗവതാചാര്യനായ ശ്രീ ശുഗമുനി നിർദ്ദേശിച്ചിട്ടുള്ള
വിശേഷ ശ്രവണവിധി സ്വീകരിക്കേണ്ടതാണ്. ഭാഗവതം എപ്പോഴും കേൾക്കാമെങ്കിലും പരീക്ഷത്തിന് ഭാഗവതം ഉപദേശിച്ച ശ്രീ ശുഗമുനി തന്നെ വിശേഷവിധി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് അർത്ഥം. മനോവൃത്തിജയശ്ചൈവ നിയമാചരണം തഥാ ദീക്ഷാം വർത്തുമശക്യത്വ സപ്താഹ ശ്രവണം മതം. മനസ്സിനെ നിയന്ത്രിച്ച് മനോവൃത്തികളെ ജയിക്കുക ശ്രമകരമായതിനാലും ഭാഗവത പാരായണ നിയമങ്ങൾ അനുഷ്ഠിക്കുന്നതും വിഷ്ണുപരമായ ദീക്ഷ ചെയ്യുന്നതും എളുപ്പമല്ലാത്തതിനാലും 7 ദിവസം കൊണ്ട് ഭാഗവതം കേൾക്കുന്നതാണ് ഉത്തമമെന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ശ്രദ്ധാദർശവണേ നിത്യം മാഘേതാവദ്ധിയത് ഫലം തൽഫലം സുഖദേവേന സപ്താഹ ശ്രവണേ കൃതം. ശ്രദ്ധയോടുകൂടി ശ്രാവണമാസത്തിലും മാഘമാസത്തിലും നിത്യവും ശ്രവിക്കുന്നതുകൊണ്ട് ലഭിക്കുന്ന ഫലം സപ്താഹശ്രവണത്തിൽ ശ്രീ ശുഗമുനി നിർദ്ദേശിച്ചിട്ടുണ്ട്. ശ്രാവണം പറയുമ്പോൾ ചിങ്ങം, മാഘം പറയുമ്പോൾ കുംഭം. അങ്ങനെ എല്ലാ ദിവസവും ഭാഗവതം കേൾക്കാം. അതിൽ നിന്ന് ലഭിക്കുന്ന ഫലം സപ്താഹം ശ്രവിക്കുന്നതിൽ നിന്ന് ലഭിക്കുമെന്ന് ശുഗമുനി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് സാരം. മനസശ്ചായാദ്രോഗ പുംസാം ജൈവായുഷക്ഷയാത് കലയദോഷബഹുത്വാച്ച സപ്താഹ ശ്രവണം മതം. മനസ്സിനെ ജയിക്കാൻ പ്രയാസമായതുകൊണ്ടും പലവിധ രോഗങ്ങൾ നിമിത്തവും ജനങ്ങൾക്ക് ആയുസ് കുറഞ്ഞു വരുന്നതിനാലും കലിയുടെ ദോഷം കൂടുതലായതുകൊണ്ടും നിത്യപാരായണത്തിന് മുടക്കം വരും. അതിനാൽ സപ്താഹ ശ്രവണം നിശ്ചയിക്കപ്പെട്ടു. യത്ഫലം നാസ്തി തപസാന യോഗേന സമാധിന അനായാസേന തത്സർവം സപ്താഹ ശ്രവണേ ലഭേത്. കഠിനമായ തപസ്, പലവിധ യോഗങ്ങൾ, സമാധി എന്നിവ വളരെ കഷ്ടപ്പെട്ട് അനുഷ്ഠിച്ചതുകൊണ്ടൊന്നും സുലഭമായിട്ട് ലഭിക്കാത്ത പരമഫലമായ മുക്തി സപ്താഹ ശ്രവണം മൂലം അനായാസമായിട്ട് ലഭിക്കുന്നു. കാട്ടിൽ പോയിട്ട് കഠിന തപസ് ചെയ്താലോ അഷ്ടാംഗയോഗമോ കർമ്മയോഗമോ പ്രയാസപ്പെട്ട് അനുഷ്ഠിച്ചാലോ സമാധി അവസ്ഥയിൽ ഇരുന്നാലോ മുക്തി പെട്ടെന്നൊന്നും കിട്ടുകയില്ല. ഈ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ സപ്താഹം ശ്രവിച്ചാൽ തന്നെ വേഗം മുക്തി ലഭിക്കും എന്ന് സാരം. യജ്ഞാത് ഗർജതി സപ്താഹ സപ്താഹോ ഗർജതി വ്രതാത് തപസോ ഗർജതി പ്രോച്ചേ തീർത്ഥ നിത്യം ഹി ഗർജതി. യജ്ഞത്തെക്കാൾ ഉത്കൃഷ്ടമാണ് സപ്താഹം എന്ന് ഘോഷിക്കുന്നു. ശാസ്ത്രജ്ഞാനത്തെക്കാളും വ്രതാനുഷ്ഠാനങ്ങളെക്കാളും തപസ്സിനേക്കാളും തീർത്ഥാടനേക്കാളും ശ്രേഷ്ഠമാണ് സപ്താഹ ശ്രവണമെന്നും ഉച്ചത്തിൽ ഗർജിക്കപ്പെട്ടിരിക്കുന്നു. യോഗാ ഗർജതി സപ്താഹോ ധ്യാനാജ്ഞാനാച്ച ഗർജതി കിം ഭ്രൂമോ ഗർജനം തസ്യ രേ ഗർജതി ഗർജതി. യോഗത്തെക്കാളും ഉത്തമം സപ്താഹമെന്നും ധ്യാനത്തെക്കാൾ ഉത്തമമാണ് സപ്താഹമെന്നും ജ്ഞാനത്തെക്കാളും ഉത്കൃഷ്ടൻ ഞാനാണ് എന്ന് സപ്താഹം ഉച്ചത്തിൽ ഗർജിക്കുന്നു. സപ്താഹത്തിൻ്റെ ഉച്ചത്തിലുള്ള ഉദ്ഘോഷം പരമപുരുഷാർത്ഥമായ മോക്ഷം കിട്ടാൻ മറ്റു പലവിധ യജ്ഞങ്ങളെക്കാളും എളുപ്പം സപ്താഹം തന്നെ വ്യക്തമാക്കുന്നു. ശൗനകോവാച ആശ്ചര്യമേതത്കഥിതം ഗതാനകം ജ്ഞാനാദിധർമാൻ വിഗണയ്യ സാമ്പ്രതം നിശ്രേയസേ ഭാഗവതം പുരാണം ജാതം കുതോ യോഗവിദാതിസൂചകം. ശൗനകൻ പറഞ്ഞു, ജ്ഞാനാദി കർമ്മങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഭാഗവത പുരാണത്തെ ആശ്രയിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ ഇത് ആശ്ചര്യകരം തന്നെ. ജ്ഞാനയോഗം, കർമ്മയോഗം, അഷ്ടാംഗയോഗം തുടങ്ങിയവയൊക്കെ അനുഷ്ഠിച്ചാലും സുഗമമായിട്ട് മോക്ഷം ലഭിക്കില്ല എന്നാണല്ലോ ഈ കഥ വ്യക്തമാക്കിയത്. ഇതാണ് ആശ്ചര്യം. ഭാഗവതം ശ്രീമൻ നാരായണനുമായി നേരിട്ട് ബന്ധിക്കുന്നു. വിശിഷ്ടമായി ഭാഗവത പുരാണത്തിൻ്റെ ഉൽപ്പത്തി എങ്ങനെയാണ് എന്നുകൂടി പറഞ്ഞു തരണം. സൂതവാച യഥാ കൃഷ്ണോദരാം തെക്ത്വാ സ്വപദം ഗന്ധുമുദ്ധ്യത ഏകാദശം പരിശ്രുത്യ ബുദ്ധവോ വാക്യമബ്രവീത്. സൂതൻ പറഞ്ഞു, ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂതലത്തെ ഉപേക്ഷിച്ചിട്ട് സ്വധാമമായ വൈകുണ്ഠത്തിൽ എപ്പോൾ പ്രവേശിക്കാൻ ഒരുങ്ങിയോ ആ സമയത്ത് ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിൽ പ്രതിപാദിച്ച ശ്രീകൃഷ്ണ ഉദ്ധവ സംവാദ രൂപത്തിലുള്ള ജ്ഞാനത്തെ ഉദ്ധവനായിക്കൊണ്ട് നൽകി. അത് കേട്ട് ഉദ്ധവർ ചോദിച്ചു. ഉദ്ധവോ വാച ത്വം തു യാസ്യസി ഗോവിന്ദ ഭക്തകാര്യം വിദായജ മച്ചിത്തേ മഹതീ ചിന്ത താം ശ്രുത്വാ സുഖമാവഹ. ഉദ്ധവർ പറഞ്ഞു, ഹേ ഗോവിന്ദ, ഭക്തരുടെ കാര്യങ്ങളെല്ലാം നിർവഹിക്കാൻ അവതരിച്ച നിന്തിരുവടി സ്വസ്ഥാനത്തെ പ്രാപിക്കാൻ ഒരുങ്ങുകയാണ് എന്ന് നിശ്ചയം. എൻ്റെ മനസ്സിൽ വലുതായ ഒരു ചിന്ത ഉദിക്കുന്നു. കരുണയോടുകൂടി അത് ക്ഷമിച്ചതിന് ശേഷം സംശയം തീർത്ത് അനുഗ്രഹിക്കണം. ആഗതോയം കലിർഘോരോ ഭവിഷ്യന്തി പുനഃഖല തത്സംഗേനൈവ സന്തോമി ഗമിഷ്യന്തുഗ്രതാം യഥാ. ഘോരമായ കലിയുഗം ആരംഭിച്ചിരിക്കുന്നു. അങ്ങ് പൂർണ്ണമായി നശിപ്പിച്ച ദുർജനങ്ങൾ വീണ്ടും ഉണ്ടാകും. അവരുടെ സമ്പർക്ക നിമിത്തം സജ്ജനങ്ങൾ കൂടി ക്രൂരന്മാരായി തീരും. തഥാ ഭാരവതി ഭൂമിർഗോരൂപേയം കമാശയേത്
അന്യോന ദൃശ്യതേ ത്രാത ത്വത്ത കമലലോചന. ആ സമയത്ത് തൻ്റെ ഭാരം വർദ്ധിച്ച ഭൂമിദേവി ഗോരൂപമെടുത്ത് തന്നെ രക്ഷിക്കാനായി ആരെയായിരിക്കും ഭഗവാനെ ആശ്രയിക്കുക? ഹേ കമലലോചന, നെന്തിരുവടിയല്ലാതെ മറ്റൊരു രക്ഷിതാവിനെ കാണുന്നില്ല. ശ്രീകൃഷ്ണനെ അല്ലാതെ ആരെയാണ് ആപത്തിൽ ആശ്രയിക്കേണ്ടത് എന്ന് അർത്ഥം. അത സൽസൂദയാം കൃത്വാ ഭക്തവത്സലമാവ്രജ ഭക്താർത്ഥം സഗുണോ ജാതോ നിരാകാരോ വിജിന്മയ. അതിനാൽ ഹേ ഭക്തവത്സല, സാധുക്കളുടെ മേൽ കരുണയുണ്ടായി അവിടുന്ന് ഭൂലോകം വിട്ടു പോകാതിരിക്കണം. നിരാകാരനും ചിന്മയനുമായ നിന്ദ്രുവടി ഭക്തരക്ഷണത്തിന് വേണ്ടിയാണല്ലോ സഗുണരൂപത്തെ സ്വീകരിച്ചുകൊണ്ട് അവതരിച്ചത്. അതുകൊണ്ട് അവിടുത്തെ ഭക്തന്മാരെ പിരിയാതെ ഇവിടെ തന്നെ വസിക്കണം. ത്വദ്വിയോഗേന തേ ഭക്താ കഥം സ്യാസ്യന്തി ഭൂതലേ നിർഗുണോപാസനേ കഷ്ടം അത കിഞ്ചിത് വിചാരയ. അവിടുത്തെ ഭക്തന്മാർ അങ്ങയുടെ വിരഹം സഹിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ എങ്ങനെ വസിക്കും? അവിടുത്തെ അസാന്നിധ്യത്തിൽ വേദാന്തത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന അവിടുത്തെ നിർഗുണ സ്വരൂപത്തെ ഉപാസിക്കുക വളരെ കഷ്ടം തന്നെ. സഗുണരൂപത്തിൽ പ്രത്യക്ഷമായി കാണുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ വിരഹം ഭക്തന്മാർക്ക് അസഹ്യമായിരിക്കും. പരമാത്മാവായ ഭഗവാനെ നിഷ്കളം, നിഷ്ക്രിയം, ശാന്തം, അവരണം, അലോഹിതമച്ചായം എന്നൊക്കെയാണ് വേദാന്ത വാക്യങ്ങളിൽ ബോധിപ്പിക്കുന്നത്. അങ്ങനെയുള്ള അരൂപിയായ പരബ്രഹ്മത്തെ സാധാരണക്കാർക്ക് ഉപാസിക്കാൻ കഴിയില്ല. മനസ്സിന് ആലംബമായിട്ട് ഭഗവാന്റെ രൂപം വേണം. അങ്ങനെ കൃഷ്ണ ഭഗവാൻ ഭൂമുഖം വിട്ടു പോയാൽ ഭക്തന്മാർ ആലംബഹീനരായിട്ട് തീരും. അതിനാൽ ഭക്തന്മാർക്ക് ആലംബമായി എന്നും ഭൂമിയിൽ ഉണ്ടാകണം എന്നാണ് ഇവിടെ ഉദ്ധവര് അപേക്ഷിക്കുന്നത്. ഇതുദ്ധവ ഭജശ്രുദ്ധ പ്രഭാസേ ചിന്തയദ്ധരി ഭക്താവലംബനാർത്ഥായ കിം വിധേയം മയേതിജ. ഉദ്ധവർ ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ പ്രവാസതീർത്ഥത്തിൽ വസിച്ചിരുന്നതായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭക്തജനങ്ങൾക്ക് ആശ്രയം നൽകാൻ ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ചു. സ്വകീയം യത് ഭവേ തേജസ്തച്ച ഭാഗവതേ ദദാത് തിരോധായ പ്രവിഷ്ടോയം ശ്രീമൽ ഭാഗവതാർണവം. സർവപ്രകാശാത്മകമായ ഭഗവാൻ തൻ്റെ തേജസ്സിനെ ശ്രീ മഹാഭാഗവതത്തിൽ സ്ഥാപിച്ചു. മനുഷ്യാവതാര സ്വരൂപം മറിഞ്ഞ ശേഷം ശ്രീമൽ ഭാഗവതമാകുന്ന സമുദ്രത്തിൽ പ്രവേശിച്ചു. ശ്രീമൽ ഭാഗവത സമുദ്രം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സ്വരൂപം തന്നെ എന്ന് അർത്ഥം. തേനേയം വാഗ്മയീ മൂർത്തി പ്രത്യക്ഷാവർത്തതേ ഹരേഃ സേവനാം ശ്രവണാത് പാഠാത് ദർശനാത് പാപനാശിനി. ശ്രീ മഹാഭാഗവതം ശ്രീകൃഷ്ണന്റെ പ്രത്യക്ഷ വാഗ്മയമൂർത്തിയാണ്. ആ സ്വരൂപം സർവേന്ദ്രിയങ്ങൾക്കും പ്രത്യക്ഷത്തിൽ വിഷയമായിരിക്കുന്നതിനാൽ അതിനെ സേവിക്കുക, കേൾക്കുക, പഠിക്കുക, ദർശിക്കുക, ചിന്തിച്ചു കൊണ്ടിരിക്കുക എന്നിങ്ങനെ അതിൽ ആസക്തമായിരിക്കുന്നവരുടെ പാപങ്ങൾ നശിപ്പിക്കാൻ ആ വാഗ്മയമൂർത്തിക്ക് സാധിക്കും. സപ്താഹ ശ്രവണം തേന സർവേഭ്യോപ്യധികം കൃതം സാധനാനി തിരസ്കൃത്യ കലോ ധർമ്മോയമീരിത. ഈ കാരണങ്ങളാൽ 7 ദിവസം ഭാഗവതം മുഴുവൻ കേൾക്കുന്നത് മറ്റുവിധ സാധനകൾ അനുഷ്ഠിക്കുന്നതിനേക്കാൾ മോക്ഷപ്രാപ്തിക്ക് വളരെ ഉത്കൃഷ്ടമാണ് എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. കലിയുഗത്തിൽ മറ്റുവിധ സാധനങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് സപ്താഹയജ്ഞരൂപമായ ധർമ്മം ചെയ്യുന്നതാണ് പ്രധാനം എന്ന് ധർമ്മജ്ഞന്മാരാൽ പറയപ്പെട്ടിരിക്കുന്നു. ദുഃഖദാരിദ്ര്യ ദൗർഭാഗ്യ പാപ പ്രക്ഷാളനായ ജ കാമക്രോധജയാർത്ഥം ഹി കലോ ധർമ്മോയമീരിത. മനുഷ്യജീവിതത്തിൽ അനേകം ദുഃഖങ്ങൾ വന്നു ഭവിക്കുന്നു. ദാരിദ്ര്യം, ദൗർഭാഗ്യം, കർമ്മദോഷങ്ങൾ, അറിഞ്ഞോ അറിയാതെയോ ശരീരം, വാക്ക്, മനസ്സ് ഇവ കൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ എന്നീ ദോഷങ്ങൾക്ക് പരിഹാരം ഭാഗവത സപ്താഹ ശ്രവണമാണ്. കൂടാതെ കാമക്രോധാദി ഷഡ് ദോഷങ്ങളെ ജയിക്കാനും സപ്താഹ ശ്രവണം ഉത്തമമാണ്. അന്യഥാ വൈഷ്ണവീമായ തോവേരവിസദുസ്ത്യജ കഥം ത്യാജ ഭവേത് പുംബി സപ്താഹോധ പ്രകീർത്തിത. ദേവന്മാർക്ക് പോലും ഉപേക്ഷിക്കാൻ പ്രയാസകരമാണ് വൈഷ്ണവീമായ. സാധാരണ മനുഷ്യർക്ക് അത് എങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയും? അതുകൊണ്ട് സാധാരണ മനുഷ്യർക്ക് വിഷ്ണുമായയുടെ പിടിയിൽ നിന്നും രക്ഷപ്രാപിക്കാനുള്ള പരമ ഉപായം ഭാഗവത സപ്താഹ ശ്രവണമാണ് എന്ന് പ്രകീർത്തിക്കപ്പെട്ടിരിക്കുന്നു. ശ്രീമൽ ഭാഗവതം ഭഗവാന്റെ വാഗ്മയമൂർത്തി ആയതിനാൽ അതിനെ ശരണം പ്രാപിക്കുമ്പോൾ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. സൂതവാച ഏവം നകാഹ ശ്രവണോരു ധർമ്മേ പ്രകാശ്യമാനേ ഋഷിഭിസ്സവായാം ആശ്ചര്യമേകം സമഭൂത്തദാനിം തതുച്യതേ സംശൃണു ശൗനകത്വം. സൂതൻ പറഞ്ഞു, ഇപ്രകാരം ഋഷികളുടെ സഭയിൽ വെച്ച് സപ്താഹ ശ്രവണം എന്ന മഹാധർമ്മം പ്രകാശിപ്പിക്കപ്പെട്ടപ്പോൾ അവിടെ ആശ്ചര്യകരമായൊരു സംഭവമുണ്ടായി. ഈ ശൗനക, ഞാൻ പറയാം, അങ്ങ് കേൾക്കുക. ഭക്തിസുതോ തൗ തരുണോ ഗൃഹീത്വാ പ്രേമൈകരൂപ സഹസാ വിരാസേത്
ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാദേതി നാമാനി മുഹുർവദന്തി. സപ്താഹമാഹാത്മ്യം ഇപ്രകാരം പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞ ഉടനെ പ്രേമരൂപിയാകുന്ന ഭക്തിമാതാവ് വാർദ്ധക്യം നശിച്ച് താരുണ്യം തിരിച്ചു കിട്ടിയ ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന 2 പുത്രന്മാരോടൊപ്പം ഹേ കൃഷ്ണ, ഹേ ഗോവിന്ദ, ഹേ നാഥ, ഹരേ മുരാരേ എന്ന് കീർത്തനം ചെയ്തുകൊണ്ട് ആ സഭയിൽ പ്രവേശിച്ചു. ഭക്തിയുടെ ഏറ്റവും പ്രകടരൂപം നാമസങ്കീർത്തനമാണല്ലോ. താം ചാഗതാം ഭാഗവതാർത്ഥഭൂഷാം സുചാരുവേഷാം ദദുഷു സദസ്യ കഥം പ്രവിഷ്ടാഗതമാഗതേയം മധ്യേ മുനീനാമിതി തർക്കയന്ത. സായുജ്യമുക്തി കിട്ടുന്ന ഭഗവത് ഭക്തന്മാർ അണിയുന്ന ദിവ്യവേഷഭൂഷാദികളോടുകൂടി ആ സഭയിൽ ഭക്തി ആഗതയായപ്പോൾ സദസ്യരെല്ലാം അതിശയിച്ചു. ഈ മഹതി ഇവിടെ ഇപ്പോൾ എങ്ങനെ വന്നു? മുനിമാരുടെ മധ്യത്തിൽ എങ്ങനെ പ്രവേശിച്ചു? എന്നിങ്ങനെ തർക്കിച്ചുകൊണ്ട് അവളെ നോക്കിയിരുന്നു. ഊജുകുമാരാവചനം ദദാനിം കഥാർത്ഥതോ നിഷ്പതിതാധുനേയം ഏവം ഗിരസാസുതാ നിശമ്യ സനൽകുമാരം നിജഗാധനമ്ര. ശ്രീമദ് ഭാഗവതത്തിന്റെ മഹാത്മ്യം വെളിപ്പെടുത്തിയ കഥയുടെ അർത്ഥം ശ്രവിച്ചിട്ട് ഭക്തി ക്ഷീണം മാറി പുത്രന്മാരോടൊപ്പം എത്തിച്ചേർന്നതാണ് എന്ന് സനൽകുമാരന്മാർ പറഞ്ഞത് കേട്ട് ഭക്തി ആ കുമാരന്മാരെ നമസ്കരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. ഭക്തിരുവാച ഭവൽബീരദ്ദൈവകൃതാസ്മി പുഷ്ട കലിപ്രണഷ്ട വിഗതാരസേന ക്വാഹം ദുദിഷ്ടാമിഥുനാ ബ്രുവന്തു പ്രാഹ്വായുധം ദാം ഗിരമൂചിരേതേ. ഭക്തി പറഞ്ഞു, കലിദോഷം നിമിത്തം ഞാൻ ക്ഷീണിത ശരീരത്തോടെയിരുന്നു. ഭവാന്മാർ ഭാഗവത കഥാരസം കൊണ്ട് എന്നെ പുഷ്ടിപ്പെടുത്തിയിരിക്കുന്നു. ഞാനും പുഷ്ടി പ്രാപിക്കപ്പെട്ട എൻ്റെ പുത്രന്മാരും ഇവിടെയാണ് ഇരിക്കേണ്ടതെന്ന് ഭവാന്മാർ പറഞ്ഞു തന്നാലും അവളുടെ വാക്കുകേട്ട് ബ്രഹ്മപുത്രന്മാരായ സനകാദികൾ ഇങ്ങനെ പറഞ്ഞു. ഭക്തേഷു ഗോവിന്ദ സ്വരൂപകർत्री പ്രമേകദർत्री ഭവരോഗഹന്ത്രി സാത്വം ജതിഷ്ഠസ്വ സുധൈര്യ സംശയ നിരന്തരം വൈഷ്ണവമാനസാനി. സനകാദികൾ ഭക്തിക്ക് ഇരിക്കാനുള്ള സ്ഥാനം നിർദ്ദേശിക്കുകയാണ്. അതായത് വിഷ്ണു ഭക്തന്മാരിൽ ഗോവിന്ദരൂപത്തെ ധരിക്കുന്നവളും ഭഗവത് പ്രേമത്തെ മാത്രം ജനിപ്പിക്കുന്നവളും ജനനമരണരൂപമായ ഭവരോഗത്തെ ഹനിക്കുന്നവളും എന്ന് സുപ്രസിദ്ധയായ ഭവതി ശോഭനമായ ധൈര്യത്തോടെ ഭഗവത് ഭക്തന്മാരുടെ ഹൃദയത്തിൽ നിരന്തരം വസിച്ചുകൊള്ളുക. ഭക്തി ഹരിഭക്തന്മാർക്ക് ഗോവിന്ദരൂപത്തിൽ ദർശനം നൽകും. ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഭഗവാനോടുള്ള പത്മപ്രേമത്തെ ജനിപ്പിക്കുന്നു. സംസാര രോഗം നശിപ്പിക്കുന്ന ദിവ്യ ഔഷധവും ഭക്തി തന്നെ. അവൾക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥാനം ഭക്തന്മാരുടെ ഹൃദയം തന്നെയാണ്. അവിടെ മറ്റൊന്നിനും ഇരിക്കാൻ ഇടം നൽകാതെ സദാ വസിച്ചു കൊള്ളാനാണ് സനകാദികൾ ഭക്തിയോട് നിർദ്ദേശിച്ചത്. തതോപി ദോഷാ കലിജായിമേ ത്വാം ദ്രഷ്ടും ന ശക്ത പ്രഭവോപി ലോകേ ഏവം തദജ്ഞാവസരേ വിഭക്തി തഥാ നിഷണ്ണ ഹരിദാസജിത്തേ. ഭക്തിയുടെ വാസം ഹേതുവായിട്ട് ലോകത്തിൽ സ്വപ്രഭാവം കാണിക്കാൻ ഭക്തി ശക്തയാണ്. ലോകത്തിൽ മറ്റു സ്ഥലങ്ങളിൽ പ്രഭാവം കാണിക്കുന്ന കലിയുടെ ദോഷങ്ങളൊന്നും ഭൗതിയെ തിരിഞ്ഞു നോക്കുവാൻ പോലും ശക്തമാകുകയില്ല എന്ന് സനകാദികൾ കൽപ്പിച്ചപ്പോൾ ഭക്തി ഹരിദാസന്മാരുടെ ഹൃദയത്തിൽ വാസമുറപ്പിച്ചു. സകല ഭുവന മധ്യേ നിർധനാസ്തേ വിധന്യ നിവസതി ഹൃദിയേഷാം ശ്രീഹരേർ ഭക്തിരേഖ ഹരിരവി നിജലോകം സർവദാദോ വിഹായ പ്രവിശതി ഹൃദിദേശാം ഭക്തിസൂത്രോപനദ്ധ. സകല ലോകങ്ങളിൽ വെച്ച് ഭൗതിക സമ്പത്ത് ഇല്ലാതിരുന്നാൽ കൂടി അവരുടെ ഹൃദയത്തിൽ ശ്രീഹരിയുടെ പേരിൽ ഏകയായ ഭക്തി നിവസിക്കുന്നുവെങ്കിൽ അവർ പരമധന്യരാണ്. ഭക്തി അവരുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ ഭക്തിയാകുന്ന ആ ചരടിനാൽ ബന്ധിക്കപ്പെടുന്ന ഭഗവാൻ ശ്രീഹരി സ്വന്തം ലോകമായ വൈകുണ്ഠത്തെ വെടിഞ്ഞിട്ട് അവരുടെ ഹൃദയത്തിൽ പ്രവേശിക്കും. അങ്ങനെയുള്ള ഭക്തിയുടെ വൈഭവം അവർണ്ണനീയം തന്നെ. ബ്രഹ്മോദ്യതേകമധികം മഹിമാനമേവം ബ്രഹ്മാത്മകസ്യ ഭുവി ഭാഗവതാഭിദസ്യ യൽസംശയാ നിഗദിതേ ലഭതേ സുഭക്ത ശ്രോതാപി കൃഷ്ണ സമതാമലമന്യധർമ്മേ. ഈ നാരദമുനെ, ഭാഗവതം എന്നു പേരുള്ള വേദസ്വരൂപത്തിൻ്റെ മഹാത്മ്യത്തെ ഇങ്ങനെ അധികം എന്തിനു പറയുന്നു? ഈ ലോകത്തിൽ യാതൊന്നിൻ്റെ ആശയം കൊണ്ടും ഉച്ചാരണം കൊണ്ടും അതിനെ നന്നായി വ്യാഖ്യാനിക്കുന്നവനും ശ്രവിക്കുന്നവനും ശ്രീകൃഷ്ണപ്രാപ്തി കിട്ടുന്നു. അതിന് അന്യധർമ്മങ്ങളൊന്നും ആവശ്യമില്ല. ഇത് ശ്രീ പത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീ ഭാഗവത മഹാത്മ്യേ ഭക്തി കഷ്ട നിവർത്തനം നാമ തൃതീയോധ്യായ. ശ്രീമദ് ഭാഗവത മഹാത്മ്യം 3-ാമത്തെ അധ്യായം ഇവിടെ സമാപിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.